പാലക്കാട് കല്ലേക്കാട് ഹോസ്റ്റലിൽ സ്കൂൾ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ റാഗിംഗ് ആരോപണവുമായി കുടുംബം. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതാണ് രുദ്രയുടെ മരണത്തിന് കാരണമെന്ന് കുട്ടിയുടെ പിതാവ് രാജേഷ് ആരോപിച്ചു. വ്യാസവിദ്യാപീഠം സ്കൂളിലെ ഹോസ്റ്റൽ വാർഡനെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നുവെന്നും സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി. അതിന് ഞാൻ സോറി പറഞ്ഞില്ല. അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക. അതിനെ അച്ഛനെ അവർ തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ എന്നൊക്കെ പറഞ്ഞു. മീൻസ് മകളെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ് ആണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയാം. ആ കുട്ടികളുടെ പേര്, റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡന് അറിയാം. സ്കൂളിൻ്റെ പേര് പാലക്കാട് വ്യാസവിദ്യാപീഠം കല്ലേക്കാടാണ് വരുന്നത്. സ്കൂളിൻ്റെ പേര് ഇതാണ്. അതേസമയം രുദ്രയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ നിഷേധിക്കുകയാണ്. കുട്ടിയോ മാതാപിതാക്കളോ ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ എ ചെന്താമരാക്ഷൻ പറയുന്നത്. കുടുംബം നൽകിയ പരാതിയിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രുദ്രയുടെ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി എം വിഷ്ണു ചേർന്നു. വിഷ്ണു, ചെറിയ കുട്ടിയാണ്, 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി. എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ റാഗിംഗ് എന്ന ആരോപണം കുടുംബം ഉന്നയിക്കാനുള്ള സാഹചര്യം എന്തൊക്കെയാണ്? ശ്രീജ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ദാരുണ സംഭവം പാലക്കാട് കല്ലേക്കാടുള്ള വ്യാസവിദ്യാപീഠം സ്കൂളിൽ നടന്നത്. +2 വിദ്യാർത്ഥിനിയാണ്, 16 വയസ്സാണ് കുട്ടിക്ക്. ഈ കുട്ടിയെ ഇന്നലെ രാത്രി ഹോസ്റ്റൽ മുറിയിൽ, വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചതിൽ കാണുകയായിരുന്നു. അതായത് രാത്രി സഹപാഠികൾ, കൂട്ടുകാരികൾ ഭക്ഷണം കഴിച്ചു വരുമ്പോഴാണ് ഈ കുട്ടിയെ മരിച്ചതിൽ കാണുന്നത്. ഈ സംഭവത്തിലാണ് സ്കൂളിനെതിരെ ഗുരുതര ആരോപണമായി രക്ഷിതാക്കൾ, പിതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ ആഴ്ചയിൽ 2 ദിവസമാണ് കുട്ടിക്ക് വീട്ടുകാരെ ബന്ധപ്പെടാനുള്ള അവസരം. സ്കൂളിൽ പഠിക്കുന്ന ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ആഴ്ചയിൽ 2 ദിവസമാണ് സ്കൂൾ അനുവാദം നൽകുക. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ കുട്ടി അച്ഛനുമായി ബന്ധപ്പെട്ടപ്പോൾ ഒറ്റപ്പാലം സ്വദേശി രാജേഷിന്റെ ചെറിയൊരു മകളാണ് മരിച്ച രുദ്ര. ഈ രുദ്ര രാജേഷുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു, സഹപാഠികൾ ഇങ്ങനെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൈ തട്ടി, അവരോട് മാപ്പ് പറഞ്ഞില്ല, അവരോട് സോറി പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നു, റാഗിംഗ് നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ, സ്കൂളിൽ നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രുദ്ര പിതാവായ രാജേഷിനോട് പറഞ്ഞു എന്നാണ് വിവരങ്ങൾ. തുടർന്നാണ് ഇപ്പോൾ ഇന്നലെ രാത്രി കുട്ടിയെ മരിച്ചതിലേക്ക് കാണുന്നത്. ഇതേ തുടർന്നാണ് രക്ഷിതാക്കൾ, പിതാവ് രാജേഷ് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലമാണ് കുട്ടിക്ക് മാനസിക വിഷമമുണ്ടായി, അതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നുള്ള ആരോപണമായി രംഗത്തെത്തിയത്. ഇക്കാര്യം സ്കൂൾ വാർഡനോട്, ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞിരുന്നു എന്നും രുദ്ര പിതാവിനോട് പറഞ്ഞിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്നാണ് ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിട്ടും ഇത് മറച്ചു വെച്ചു, അല്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണമായി പിതാവും കുടുംബവും രംഗത്തെത്തിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിതാവ് രാജേഷ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയാണ്. ഈ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വൈകുന്നേരത്തോടുകൂടി ഈ മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീജ. പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥിനിയായ രുദ്രയാണ് ജീവനൊടുക്കിയത്. ഈ ആത്മഹത്യയിലാണ് ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള റാഗിംഗ് നടന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിഷ്ണു, ഒരിക്കൽ കൂടി വിഷ്ണു, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടില്ല എന്നാണല്ലോ ഇപ്പം സ്കൂൾ അധികൃതർ പറയുന്നത്. ഇവർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.